കൈത്താക്കാലം 3-ാം ഞായർ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. മർത്തായും മറിയവും. ലാസറിൻ്റെ സഹോദരിയായ മർത്തായുടെയും മറിയത്തിൻ്റെയും സംഭവമാണ് ഇന്നത്തെ ചിന്താവിഷയം. ബെഥനിക്കാരനും കുഷ്ഠരോഗിയുമായ ശിമിയോനാണ് ഇവരുടെ പിതാവ് എന്ന ഒരു പാരമ്പര്യമുണ്ട്. ജെറുസലേം ദേവാലയത്തിൽ നിന്ന് അധികം ദൂരമില്ലാത്തതിനാൽ യേശുവും ശിഷ്യരും എപ്പോഴും അവിടെയാണ് താമസിച്ചിരുന്നത്. പലവിധ എതിർപ്പുകൾ നേരിടേണ്ടി വന്ന യേശുവിന് ഈ കുടുംബം വലിയ ആശ്വാസമായിരുന്നു. പൊതുവെ ഗൗരവപ്രകൃതക്കാരനായ യേശുവിന് അതിനൊരു അയവ് വരുത്തുവാൻ ഈ സന്ദർശനം ഉപകരിച്ചു കാണും. പിതാവിൻ്റെ കുഷ്ഠരോഗം ഭേദമാക്കിയതിനാലും വഴിതെറ്റി സഞ്ചരിച്ച മറിയത്തെ ആത്മീയതയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിനാലും ആ കുടുംബത്തിന് അവനോട് അതിരുറ്റ അടുപ്പമുണ്ടായിരുന്നു. ഇതൊക്കെ കൊണ്ടാണല്ലോ ലാസറിൻ്റെ മരണത്തിൽ യേശു ആത്മാവിൽ നെടുവേർപ്പെടുകയും കണ്ണീരൊഴുക്കുകയും ചെയ്തത്. അത്രയേറെ അടുപ്പമുള്ള ഈ കുടുംബത്തിലെ അംഗങ്ങളായ മർത്ത മറിയത്തെക്കുറിച്ച് ഒരു പരിചിന്തനം ഏറെ പ്രശസ്തമാണല്ലോ. യേശുവും സംഘവും യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പെട്ടെന്ന് എത്തിച്ചേർന്നപ്പോൾ മൂത്തവളായ മർത്ത പെട്ടെന്ന് അവർക്കു വേണ്ട സൗകര്യങ്ങളൊരുക്കുന്നതിനെക്കുറിച്ചാണ് സ്വാഭാവികമായി ചിന്തിച്ചിരിക്കുക. യേശുവടക്കം 13 പേർക്ക് കിടപ്പറ ഒരുക്കുവാനും സ്വാദിഷ്ടമായ വിഭവങ്ങൾ ഒരുക്കുവാനും അവൾ ഓടി നടന്നു. താൻ ഏറ്റവും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന യേശുവിനോടൊപ്പം അല്പം നേരമായിരിക്കുവാൻ അവൾക്കും കൊതിയുണ്ടായിരിക്കണം. ഓടി നടക്കുന്നതിനിടയിലാണ് യേശുവിൻ്റെ പാദാന്തികത്തിലിരുന്ന് വചനങ്ങളിൽ നിമഗ്നതയായിരിക്കുന്ന മറിയത്തെ അവൾ ശ്രദ്ധിക്കുന്നത്. അതിൽ അല്പം അസൂയ ജനിച്ചതുകൊണ്ടാകാം തൻ്റെ കൂടെ വന്ന് തന്നെ സഹായിക്കാൻ വരാത്ത സഹോദരിയെ അവൾ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത്. സഹോദരിമാരാണെങ്കിലും 2 തരം പ്രകൃതങ്ങളാണ് അവർക്കുണ്ടായിരുന്നത്. മർത്ത യേശുവിനു വേണ്ടി പലവിധ ശുശ്രൂഷകളിൽ വ്യഗ്രചിത്തയായിരുന്നു. കുറേയേറെ കാര്യങ്ങൾ ഒരേ സമയം ചെയ്യാൻ പ്രാപ്തിയുള്ള മനുഷ്യരുടെ പ്രതിനിധി ആണവൾ. എന്നാൽ മറിയമാകട്ടെ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രം സ്വസ്ഥമായി ചെയ്യുന്ന പ്രകൃതക്കാരിയും. അതുകൊണ്ട് യേശുവിൻ്റെ വചനങ്ങൾ ശ്രവിക്കാൻ കിട്ടിയ അവസരം അവൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നത്. അതിൽ അസൂയയും കുശുമ്പും നിറച്ച് സംസാരിച്ച മറിയത്തെ വാത്സല്യത്തോടെ മർത്ത മർത്ത എന്ന് വിളിച്ച് ഭക്ഷണവും പാനീയവുമല്ല പ്രധാനപ്പെട്ടതെന്നും മറിയം തിരഞ്ഞെടുക്കുന്ന നല്ല ഭാഗം ഒരിക്കലും അവളിൽ നിന്ന് എടുക്കപ്പെടുക ഇല്ല എന്നും പ്രഖ്യാപിക്കുന്നു. അവൾ തിരഞ്ഞെടുത്ത ആ നല്ല ഭാഗം ഏതാണ്? വചനം പഠിക്കുക, വചനം ശ്രവിക്കുക, വചനം ജീവിക്കുക. ഇത് ഒരിക്കൽ സമ്പാദിച്ചാൽ പിന്നീടൊരിക്കലും ആ വ്യക്തിയിൽ നിന്ന് അത് മാറ്റപ്പെടുകയില്ലത്രേ. അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ അധരങ്ങളിൽ നിന്ന് വീഴുന്ന ഓരോ വചനം കൊണ്ടും കൂടിയാണ് മനുഷ്യൻ ജീവിക്കുന്നത് എന്നാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത്. സമരിയ സ്ത്രീയെ മാനസാന്തരപ്പെടുത്തി കഴിഞ്ഞ് ഭക്ഷണവുമായി വന്ന ശിഷ്യന്മാർക്ക് കൊടുത്ത ഉത്തരം നിങ്ങൾ അറിയാത്ത ഭക്ഷണം എനിക്കുണ്ട് എന്നായിരുന്നല്ലോ. ഈ ഭക്ഷണമാണ് മറിയം ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നല്ല ഭാഗം. യേശുവിൻ്റെ വചനം എന്നതുപോലെ തന്നെ യേശുവിനു വേണ്ടി ചെയ്യുന്ന ഏത് ജോലിയും ദൈവഹിതപ്രകാരമുള്ള ഭക്ഷണം തന്നെയാണ്. ദൈവത്തിൻ്റെ ഭക്ഷണം ആസ്വദിക്കുന്നവരാണോ എന്ന് തിരിച്ചറിയാനുള്ള സൂത്രവിദ്യയും യേശു ഇന്ന് ഉപദേശിച്ചു തരുന്നുണ്ട്. അത് ഭക്ഷിക്കുന്നവരിൽ ഒരിക്കലും ഉത്കണ്ഠയും അസ്വസ്ഥതയും ഉണ്ടാകുകയില്ല, ദുഃഖവും പരിവേദനവും ഉണ്ടാകുകയില്ല, അസൂയയും വിദ്വേഷവും ഉണ്ടാകുകയില്ല, വെറുപ്പും കോപവും ഉണ്ടായിരിക്കുകയില്ല. എല്ലാറ്റിനും നന്മയും വിശുദ്ധിയും മാത്രമേ കാണൂ. പ്രവർത്തനങ്ങളിലൊന്നും ഇടപെടാതെ വചനപാരായണവും വചനശ്രവണവും മാത്രമായി വചനജീവിതമില്ലാത്തവരായി ജീവിക്കുന്ന അനേകർ മർത്ത സിൻഡ്രോം ബാധിച്ച മനോരോഗികളാണ്. മർത്തായുടെയും മറിയത്തിൻ്റെയും ചരിത്രം യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് കടക്കുമ്പോൾ ഈ രോഗം ഭേദമാക്കപ്പെട്ട സഹോദരിമാരെ നാം കണ്ടുമുട്ടുന്നുണ്ട്. ലാസർ മരിച്ചപ്പോൾ യേശു ശിഷ്യന്മാരോട് ലാസർ ഉറങ്ങുകയാണ് എന്നും അത് ദൈവത്തിൻ്റെ മഹത്വത്തിനും ദൈവപുത്രൻ മഹത്വം പ്രാപിക്കേണ്ടതിനുമാണെന്ന് പറയുന്നുണ്ട്. മരിച്ച് 4 ദിവസം കഴിഞ്ഞ് ലാസറിൻ്റെ ശവകുടീരത്തെങ്കിൽ വരുന്ന യേശുവിനെ ആദ്യം മർത്തായും പിന്നീട് മറിയവും വരവേൽക്കുന്നതായി യോഹന്നാൻ 11-ാം അധ്യായം 17 മുതൽ 37 നാം വായിക്കുന്നു. അസാധ്യമായ കാര്യം മരിച്ച ചീഞ്ഞളിഞ്ഞവനെ വീണ്ടും ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതിന് മുമ്പായി മർത്തായോട് യേശു ചോദിക്കുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. എന്നിട്ട് ചോദിക്കുന്നു, നീ ഇത് വിശ്വസിക്കുന്നുവോ? അവൾ പറഞ്ഞു, ഉവ്വ് കർത്താവേ, നീ ലോകത്തിലേക്ക് വരാനിരിക്കുന്ന
ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏറ്റുപറച്ചിലൂടെ മർത്തായെയും അവൾക്കുണ്ടായിരുന്ന ജീവിത വ്യഗ്രതകളിൽ നിന്ന് യേശു മോചിപ്പിക്കുകയാണ്. മരിച്ച ലാസറിനെ ഉയിർപ്പിലൂടെ ജീവനുള്ളവനാക്കി യേശു ആ സഹോദരിമാർക്ക് നൽകി. എത്ര വലിയ ഒരു ആഘോഷമായിരിക്കണം ആ വീട്ടിൽ നടന്നിരിക്കുക. മരണത്തെ ആഘോഷമാക്കേണ്ടവരാണ് ക്രിസ്ത്യാനികൾക്കും. കാരണം മരണത്തിനു ശേഷം നമുക്കൊരു പുനരുത്ഥാനമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നാം. വിജാതീയരെ പോലെ മരണത്തിൽ ദുഃഖിക്കുകയല്ല വേണ്ടത്, മറിച്ച് നമ്മുടെ മൃതരായവർ ദൈവസന്നിധിയിൽ ദൈവത്തോടൊപ്പം വസിച്ച് കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതുമായ അനുഭൂതി വിശേഷങ്ങൾക്ക് പാത്രീഭൂതരാകാൻ വിളിക്കപ്പെട്ടിരിക്കുകയാണ് എന്നോർത്ത് സന്തോഷിക്കുവാൻ കഴിയുമ്പോഴാണ് നാം വചനത്തിൽ വിശ്വസിക്കുന്നവരാകുക. യേശുവാണ് പുനരുത്ഥാനവും ജീവനുമെന്ന സദാനന്ദ സത്യത്തെ ലോകത്തെ പഠിപ്പിക്കുവാൻ തക്ക രീതിയിൽ മർത്തായെ ഉയർത്തിയ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. മറിയമാകട്ടെ യേശു വന്നുവെന്നറിഞ്ഞ ഉടനെ എഴുന്നേറ്റ് തിടുക്കത്തിൽ അവൻ്റെ അടുക്കിലേക്ക് പോയി. ഇതേപോലെ ഇളമയെ ശുശ്രൂഷിക്കുവാൻ തിടുക്കത്തിൽ പുറപ്പെട്ട യേശുവിൻ്റെ അനുസ്മരണ ഇത് നമ്മിൽ ഉണർത്തുന്നു. വചനം നിറഞ്ഞവരിൽ കാണുന്ന ഒരു പ്രത്യേകതയാണ് ദൈവിക കാര്യങ്ങളിലുള്ള ഈ തിടുക്കം. വചനം അറിഞ്ഞവർക്കും പിന്നീട് അടങ്ങി ഒതുങ്ങി ഇരിക്കാനാകിയില്ല. അവരറിയാതെ അവർ പ്രവർത്തന നിരതരായിത്തീരും. നല്ല ഭാഗം തിരഞ്ഞെടുക്കുന്ന മഗ്ദലയും വചനം ഹൃദയത്തിൽ സംഹരിച്ച മറിയവും ഇതാണ് നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുന്നത്. വിശുദ്ധ മദർ തെരേസ, വിശുദ്ധ ചാവറയച്ചൻ എന്നിവർ തുടങ്ങിയ എല്ലാ വിശുദ്ധാത്മാക്കളും പ്രാർത്ഥനയിൽ നിന്നുയർന്നുകൊണ്ട പ്രചോദനത്താൽ ദൈവസേവനത്തിന് ഇറങ്ങിത്തിരിച്ചവരാണ്. പ്രാർത്ഥനയും പ്രവർത്തനവും സമചിത്തമായി സമ്മേളിക്കുന്ന ക്രൈസ്തവ ജീവിതശൈലിക്ക് ഏറ്റവും നല്ല മാതൃകയാണ് മർത്തയും മറിയവും സഹോദരിമാർ.